എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെ എല്ലാവരും ഞാൻ എൻ്റെ 36ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇനി കുറച്ചു കാലങ്ങൾ കൂടി പഠിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊരു കാലമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തുടർച്ചയെ സൂചിപ്പിക്കുന്ന, അത് പുരോഗതിയിലിരിക്കുന്ന, പൂർത്തിയാകാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്ന സമയത്ത് അത് തുടർന്നുകൊണ്ടിരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റിൽ അത് ഉള്ളതായിരിക്കണം, അത് പിന്നെ അത് തുടങ്ങിയിട്ടുള്ളതുമായിരിക്കണം. അങ്ങനത്തെ ഒരു ക്രിയയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി, അതായത് ഭൂതകാലത്തിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് പ്രസന്റിലും തുടരുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ ഈ ടെൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയറായോ? ഉദാഹരണം പറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ ഞാനിപ്പോൾ പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കുറച്ചു നേരമായി ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ട്, അല്ലേ? ഏകദേശം ഒരു 3-4 മിനിറ്റ് മുമ്പ് ഞാൻ സംസാരിച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോഴാണ് ഇതിന് നമ്മൾ പറയുന്നത്, ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ട് 3-4 മിനിറ്റായി. 3-4 മിനിറ്റ് മുമ്പ് ആരംഭിച്ചു ഞാൻ സംസാരിക്കുന്നത്, ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിർത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറയുന്നത്? ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നോ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നോ പറയും. ഇത്തരം ടെൻസിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. കാലത്ത് 10 മണി തൊട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ആ ഗസ്റ്റ് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷയിൽ ഇന്ന് 10 മണി മുതൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ഗസ്റ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നോ പറയാം, ഞാൻ എൻ്റെ ഗസ്റ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നും പറയാം. അപ്പോൾ നമ്മൾ ഭൂതകാലത്തിൽ തുടങ്ങി വർത്തമാനകാലത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെൻസിനെയാണ് നമ്മൾ ഈ കാലത്തിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ ഒരു 5-6 മാസമായി പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതായത് മുമ്പേ ഒരു 6 മാസത്തോളമായി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ മുൻപ് തുടങ്ങിയതാണ്, ഞാൻ ഇപ്പോഴും ഇവിടെ ക്ലാസ്സുകൾ നടത്തുകയാണ്, കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടരുകയാണ്. അപ്പോൾ എങ്ങനെ പറയാം? 6 മാസമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നോ പറയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ 6 മാസമായി പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നും പറയാം. രണ്ടും ഇതാണ്. അപ്പോൾ ഇത്തരം ടെൻസിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. നമുക്ക് ഇപ്പം ഞാൻ 5 മണി മുതലേ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അതിന് ഇംഗ്ലീഷിലാക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ആ ക്രിയാരൂപത്തെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ആക്കുക? അതായത് ഹാവ് ബീൻ സ്പീക്കിംഗ്, സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസിലൊക്കെ വെർബിൻ്റെ ING ഫോം അഥവാ പ്രസന്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂസിൽ അത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഇതിൽ എന്താ പറയുക? സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അത് തുടർച്ചയെ സൂചിപ്പിക്കും. എപ്പോഴും പറയുന്ന സമയത്ത് തുടരുന്നുണ്ടെങ്കിൽ ING ഫോം ആയിരിക്കണം, വെർബിൻ്റെ ING ഫോം. അപ്പോൾ അതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അത് സ്പീക്കിംഗ്. 2, ഹാസ് ബീൻ, അങ്ങനെ ചേർക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അഥവാ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാലും മതി. ഇതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കാൻ. അപ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വയ്ക്കാൻ നല്ലത്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചാൽ മതി. അതുപോലെ ഞാൻ 6 മാസത്തോളമായി പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
6 മാസം മുമ്പ് ഞാൻ തുടങ്ങി, ഇപ്പോഴും പഠിപ്പിക്കുന്നു. അവ പഠിപ്പിക്കുന്നത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, ഇപ്പോഴും ആ തുടരുന്നുണ്ട്, നിർത്തിയിട്ടില്ല എന്നർത്ഥം. പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്യാണ് എന്നർത്ഥമാണ് അതിനുള്ളത്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 6 months. എൻ്റെ സുഹൃത്ത് അതിഥിക്കായി ഇന്ന് രാവിലെ മുതലേ കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ കാത്തിരിപ്പ് ഇപ്പോഴും ആള് കാത്തിരിക്കുകയാണ് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മൈ ഫ്രണ്ട് ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് ദി മോർണിംഗ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വെച്ചേക്കണത്? ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവ് വെച്ചേക്കണത്. കാരണം നിങ്ങൾക്കറിയാം എന്താണ്? ഐ ആണ് അവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്. അതുകൊണ്ടാണ് ഹാവ് വെച്ചത്. ഇതിലും അതുകൊണ്ടാണ് ഹാവ് വെച്ചത്. പിന്നെ മൈ ഫ്രണ്ട് ഹാസ് ബീൻ എന്താണ് അതിന് കാരണം? പ്രസന്റ് ടെൻസിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് കർത്താവ് ഏകവചനമാണെങ്കിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഏത് വെക്കണം നമ്മൾ പഠിച്ചിട്ടത്? സിംഗുലർ ആണെങ്കിൽ ഹാസ്. അതുകൊണ്ടാണ് മൈ ഫ്രണ്ട് ഹാസ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് രാവിലെ മുതലേ കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ഇത് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്നതിൽ രണ്ടിനും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഹാവ്, രണ്ടിൽ ഹാവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹാസ്. അപ്പൊ ഈ ടെൻസിൽ ഹാവോ ഹാസോ വരും. അപ്പൊ ഹാസ് വരിക എവിടെയാന്ന് വെച്ചാല് ഏകവചനമാകുമ്പോൾ ഹാസ് വരിക. ഹാവ് വരിക ബഹുവചനമാകുമ്പോൾ. കൂടാതെ ഐയും യുവും ഏകവചനാണെങ്കിൽ പോലും ഹാവ് വയ്ക്കണം. അപ്പൊ ഏതാണ് ഇതിലേതാ വരിക? ഹാവ് വയ്ക്കേണ്ടത് എവിടെയാ? നമ്മൾ പഠിക്കേണ്ടത് ഐ യു. പിന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ആ വാചകങ്ങളിൽ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവ് വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് എന്താ നോക്കുക. എല്ലാത്തിലും വേറൊരു കാര്യം ശ്രദ്ധിക്കുക. എന്താ ഉള്ളത്? ബീൻ എന്ന രൂപം എല്ലാവരും വരും. ഏത് ടെൻസിൽ ഹാവ് ഓർ ഹാസ് വരും, പിന്നെ ബീൻ വരും. പിന്നെയോ വെർബിന്റെ ING ഫോം കണ്ട. ഇതിലൊക്കെ ING സ്പീക്കിംഗ്, ടീച്ചിങ്, വെയിറ്റിംഗ്, etc. അപ്പൊ അത് വെച്ചാൽ ഈ ടെൻസിലെ ഇത് കിട്ടി. അപ്പൊ ഈ ടെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിൽ 3 പാർട്സ് ഉണ്ടാവും. അതിൽ ഹാവ് ബീൻ ഉണ്ടായിരിക്കും ING ഫോം, അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഫോം. അങ്ങനെ ഓർമ്മ വെച്ചാലും മതി. ഓക്കെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കൊണ്ടേയിരിക്കുന്നുണ്ട്, സംസാരിച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് അവസാനം ചേരുന്നത്. നോക്കുക. കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ പറയാം. അപ്പോൾ ഒരു കുട്ടി ഒരു മണിക്കൂറായി കരച്ചിൽ തുടങ്ങിയത്, ഇപ്പോഴും കരയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ പറയാ? കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും പറയാ? കുട്ടിയാണെങ്കിൽ എന്ന് പറയും ചൈൽഡ്, ഏകവചനമായതുകൊണ്ട് ഹാസ് ബീൻ ക്രൈയിങ്. അത് ഇപ്പോൾ കുട്ടികള് കളിച്ചുകൊണ്ട് ഇപ്പോൾ കുറെ ഒരു 4 മണി മുതലേ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പന്ത് കളിക്കുകയാണ്, ഇപ്പോഴും കളിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അപ്പൊ പറയുന്ന സമയത്തും തീർന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ കുട്ടികളാകുമ്പോൾ അത് വയ്ക്കുക, അത് പ്ലൂറലാണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഈ ടെൻസിൽ ഉണ്ട് എന്നർത്ഥം ഉണ്ടെങ്കിൽ ഹാവ് വെക്കണം. അതുകൊണ്ട് ഈ ടെൻസിൽ ഹാവ്, പിന്നെ അത് വെക്കണം ബീൻ പ്ലേയിങ് എന്ന് പറയണം. സിൻസ് 4 o'clock. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ പിന്നെ കുറെ ഉദാഹരണങ്ങളൊക്കെ തരാം. അത് നിങ്ങൾ പഠിക്കുക, എഴുതിയും വായിച്ചൊക്കെ പഠിച്ച് ഉറപ്പിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ പാസ്റ്റ് അടുത്ത ഒരെണ്ണം പഠിക്കാം. ഇതിൻ്റെ തന്നെ പാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്തായിരിക്കും?
അത് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് സംസാരിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നു, അല്ലെ? പാസ്റ്റ് ഉണ്ട് എന്നുള്ളത് പാസ്റ്റ് ബന്ധം ഉണ്ടായിരുന്നു എന്നാവും. പിന്നെ ഇടയിലൊരു കാര്യം വിട്ടുപോയി, ഇതിലെപ്പോഴൊക്കെ സിൻസ് അല്ലെങ്കിൽ ഫോർ വെച്ച് ടൈമിനെ പറയണം എന്നുള്ളതാണ്. സിൻസ് ദ മോർണിംഗ്, കാലത്ത് മുതലേ, അല്ലെങ്കിൽ 6 മാസത്തോളം, ഫോർ അഡ്വർബായിട്ട് ഫോറോ സിൻസിലോ തുടങ്ങുന്ന ഒരു അഡ്വർബ് ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് കണ്ടോ, സിൻസ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫോർ വെച്ചിട്ടുള്ളത് ഒരു അഡ്വർബ് ഉണ്ടായിരിക്കും സമയത്തെ കുറിക്കുന്ന. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ പ്രസന്റ് പാസ്റ്റ് ആവുമ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഇത് പാസ്റ്റിനെ കുറിക്കുന്ന ഒരു വാക്കുണ്ടായിരിക്കും, ഇല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്. അപ്പൊ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം, ആ ഒരു വ്യത്യാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ 5 മണി മുതലേ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്തായിരിക്കും? അതായത് കഴിഞ്ഞ ദിവസം ഞാൻ 5 മണി മുതലേ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്തായിരിക്കും വരിക? ഉണ്ടായിരുന്നു എന്ന് വരണം, അല്ലേ? ഉണ്ട് എന്ന് മാറ്റി ഉണ്ടായിരുന്നു വേണം. ഇവിടെ എന്ത് മാറ്റം വരുത്തിയാൽ മതി? നിങ്ങൾക്കറിയാമെങ്കിൽ ഹാവും ഹാസിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് പഠിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ എളുപ്പം പറയാൻ പറ്റും. എന്താ അവിടെ വെക്കുക? ഈ ഹാവ് മാറ്റി അവിടെ എന്ത് വെച്ചാൽ മതി? ഹാഡ് വെച്ചാൽ മതി, അല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ അവിടെ ഒരു വരി കൂടി എഴുതേണ്ടി വരും. ലാസ്റ്റ് ഡേ. ഇനി നോക്കുക, ഞാൻ 6 മാസത്തോളമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചിന്റെ കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഉണ്ടായിരുന്നാണെങ്കിലോ? ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്താകുമായിരുന്നു ഇതില്? അവിടെയും ഈ ഹാവ് മാറ്റി എന്ത് വെച്ചാൽ മതി? ഹാഡ് വെച്ചാൽ മതി. had been teaching for 6 months. ഞാൻ 6 മാസത്തോളമായി പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് കിട്ടും. അതുപോലെ ഞാൻ അതിഥിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം അപ്പൊ എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം രാവിലെ മുതലേ ഗസ്റ്റിനെ കാത്തിരുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് മാറി ഉണ്ടായിരുന്നു എന്നാണെന്ന് വിചാരിക്കുക. എൻ്റെ സുഹൃത്ത് ഇന്ന് രാവിലെ എന്നുള്ളത് ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞതായി. എൻ്റെ സുഹൃത്ത് ഇന്നലെ രാവിലെ മുതലേ അതിഥിക്ക് വേണ്ടി കാത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നായിരുന്നെങ്കിൽ എന്താ വെക്കുക? അപ്പോ ആകെ ഒരു മാറ്റം വന്നത്, അല്ലേ? ഇന്നലെ രാവിലെ മുതലേ
കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട് എന്ന് മാറിയിട്ട് എന്താവും ഇത്? ഉണ്ടായിരുന്നു. അപ്പൊ ഹാസിന്റെ പാസ്റ്റ് ടെൻസ് വെച്ചാൽ മതി അല്ലേ? ഹാഡ്. ഇതാണ് ഇതിന്റെ പാസ്റ്റ് ടെൻസ്. ഈ ഉപയോഗമൊക്കെ വളരെ റയറായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ശ്രദ്ധിക്കണ്ട, എങ്കിലും ജസ്റ്റ് അറിയാൻ പറഞ്ഞു മാത്രം. ഇനി നമുക്ക് വേറൊരു ടെൻസും കൂടി ഉണ്ട്, ഇതിന്റെ തന്നെ ഫ്യൂച്ചർ. അതെന്തായിരിക്കും എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇനി എന്താണെന്ന് നോക്കാം. വളരെ റയറായിട്ട് ഉപയോഗിക്കുന്നത്, തീരെ ഉപയോഗം തന്നെ വരാറില്ലേ, വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എങ്കിലും നമുക്ക് ഉണ്ട് എന്നറിയാൻ എഴുതിയെന്നുള്ളൂ. ഇത് വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ മകളുടെ വിവാഹാലോചന നടക്കുകയാണ്. അവർ മാരേജ് ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച കാണാൻ വരാമെന്ന് പറഞ്ഞു. സമയം പിന്നീട് അറിയിക്കുക എന്ന് പറഞ്ഞു. ഈ സമയം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞായറാഴ്ച എപ്പോഴെങ്കിലും സൗകര്യം അനുസരിച്ച് വരാമെന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ വിചാരിക്കാം, അപ്പോൾ ഞായറാഴ്ച അവനെനിക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അവനൊത്ത് കൂട്ടുകൂടി സർക്കിറ്റ് അടിക്കാനും കഴിയില്ല. കാരണം അടുത്ത ഞായറാഴ്ച അവൻ്റെ അതിഥികളെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. എനിക്കെന്ന് ഞാൻ സങ്കല്പിക്കാം, എനിക്കില്ലേ അടുത്ത ആഴ്ച എന്തായിരിക്കും എൻ്റെ സുഹൃത്തിൻ്റെ പണി? അടുത്ത ഞായറാഴ്ച കാലത്തൊട്ട് വൈകുന്നേരം എന്തായിരിക്കും അവൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സങ്കല്പിച്ച് പറയാം. എൻ്റെ സുഹൃത്ത് അടുത്ത ഞായറാഴ്ച കാലത്ത് മുതലേ അവൻ്റെ അതിഥികളെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ വളരെ റയറായിട്ടില്ല നമ്മൾ പറയേണ്ടി വരുള്ളൂ. എന്തായാലും അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി ഇത് ഉപയോഗിക്കുക. അപ്പോൾ നോക്കുക, എൻ്റെ സുഹൃത്ത് അടുത്ത ഞായറാഴ്ച രാവിലെ മുതലേ അവൻ്റെ അതിഥികളെ കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഒരു അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ ഉണ്ടാകും എന്നുള്ളതിന് നമുക്കറിയാം എന്താ, വിൽ ഹാവ് വേണം അല്ലേ? ഉണ്ടാകും എന്നതിൽ അവസാനിക്കണമെങ്കിൽ വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്നാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു എന്തിൻ്റെ കുറവ് വരുത്തിൻ്റെ എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? വില്ലിൻ്റെ അല്ലേ? ഇവിടെ ഒന്നുകൂടി വേണം, വില്ല്. അത് വിൽ ഹാവ് ഉണ്ടാകും. അപ്പോൾ കാത്തുകൊണ്ടേ ഇരിക്കുന്നു ഉണ്ടാകുന്ന വിൽ ഹാവ്. അപ്പോൾ വിൽ ഹാവ് ബീൻ എന്ന് വേണം എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് ഹാസ് ബീൻ വെയിറ്റിംഗ്, ഹാഡ് ബീൻ വെയിറ്റിംഗ്, വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. പ്രസന്റിൽ ഹാസ് ബീൻ വെയിറ്റിംഗ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. പാസ്റ്റിൽ ഹാഡ് ബീൻ വെയിറ്റിംഗ്. ഫ്യൂച്ചറിൽ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മുടെ 12 ടെൻസും ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 12 ടെൻസും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇനി അതോടുകൂടി നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.